ജയപാലിനെ ശാരദ കോൾ ചെയ്തു പറയാണ്, ഞാൻ സിനൂപിനെ കുറിച്ച് പറയാൻ വിളിച്ചതാ. പയ്യന്റെ പ്രായം ഒരു പ്രശ്നമല്ലേ? പയ്യന് എന്തൊക്കെയോ തകരാറ് പോലെ ഉണ്ടെന്നാ പിള്ളേര് പറയുന്നേ. അപ്പൊ ജയപാലൻ പറയാണ്, ഇത് ആരാ പറഞ്ഞേ? കാവേരിയാണോ? കാവേരിയുടെ പൊട്ടത്തരം കേട്ട് അവളുടെ ജീവിതം ഇല്ലാതാക്കല്ലേ. സിനൂപ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ പിന്നെ നിങ്ങളുടെ വീട് ഒരു സ്വർഗമായിരിക്കും. നിങ്ങൾ വേഗം കല്യാണം നിശ്ചയിക്കണം എന്നേ ഞാൻ പറയൂ എന്നൊക്കെ പറഞ്ഞ് ശാരദയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയാണ് ജയബാലൻ. യമുന ശാരദയുടെ അടുത്ത് വന്ന് ചോദിക്കുവാണ്, ജയബാലൻ അങ്കിൾ എന്താ പറഞ്ഞേ? അപ്പൊ ശാരദ പറയാണ്, എത്രയും പെട്ടെന്ന് നിശ്ചയം നടത്തുന്ന കാര്യങ്ങളാണ് പറഞ്ഞേ. അതൊന്നും വേണ്ട അമ്മ, ഇതിൽ ഇത്ര ആലോചിക്കേണ്ട കാര്യമില്ല. അയാള് ഗംഗ ചേച്ചിക്ക് വേണ്ട, പക്ഷേ നല്ല പയ്യനാണ് എന്നാണ് ജയബാലൻ പറഞ്ഞേ. ജയബാലേട്ടൻ ഒരു ആലോചന കൊണ്ടുവരുമ്പോൾ എങ്ങനെയാ അത് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുക? ഇവരീ സംസാരിക്കുന്നതെല്ലാം ഗംഗ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഗംഗ ചേച്ചിയുടെ നല്ലൊരു ജീവിതം കാണണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ബന്ധം ഗംഗ ചേച്ചിയുടെ തലയിൽ കെട്ടി വെക്കല്ലേ എന്ന് പറയുവാണ് യമുന. എന്നിട്ട് പറയാണ്, ജയബാലൻ അങ്കിൾ അല്ല, നമുക്ക് ഗംഗ ചേച്ചിയുടെ ഭാവിയാ പ്രധാനം എന്നൊക്കെ പറഞ്ഞ് അമ്മയെ മനസ്സിലാക്കി കൊടുക്കുവാണ് യമുന. എന്നിട്ട് യമുന എണീറ്റ് പോവാണ്. അപ്പോഴാണ് ഗംഗ അവിടെ നിൽക്കുന്നേ കാണുന്നേ. അപ്പോൾ യമുന ഗംഗ ചേച്ചിയോട് പറയാണ്, ഗംഗ ചേച്ചി വിഷമിക്കേണ്ട, ഈ കല്യാണം നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ഗംഗ പറയാണ്, അത് വേണ്ട മോളെ, അമ്മ എന്ത് തീരുമാനിച്ചാലും അതിന് ഞാൻ തയ്യാറാണ്. ഗംഗയ്ക്ക് ഉള്ളിൽ അത്രയ്ക്ക് സങ്കടമുണ്ടെങ്കിലും അമ്മയുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. വിനീത് ഗംഗയെ ആലോചിച്ച് വിഷമിച്ചിരിക്കുവാണ്. അപ്പോ സുജാത വന്ന് വിനീതിനെ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട അമ്മേ, എനിക്ക് വേണ്ട അമ്മ, അമ്മ കഴിച്ചോ എന്ന് വിനീത് പറയാണ്. അതെന്താ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അമ്മ എനിക്ക് വേണ്ട, എന്നെ ഒന്ന് ശല്യപ്പെടുത്തല്ലേ. അപ്പൊ സുജാത ചോദിക്കാണ്, ഗംഗയ്ക്ക് പുതിയ ചെറുക്കനെ കല്യാണം ആലോചിക്കുന്നതിന്റെ വിഷമമാണോ? നിനക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഗംഗയാവണം എന്നായിരുന്നു എന്റെ മനസ്സിൽ. ആ താല്പര്യം അരവിന്ദേട്ടൻ ഉള്ളപ്പോഴേ അറിയിച്ചതാ. പക്ഷേ ആ താല്പര്യം അവർക്കില്ലായിരുന്നു. ഇപ്പോ വീടും സ്ഥലവും ഒക്കെ തിരിച്ചു കിട്ടിയപ്പോൾ നിന്നെ അവർക്ക് ആവശ്യമില്ല. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, അവർക്ക് ഇത് താല്പര്യമുണ്ടോന്ന്. ഞാൻ കഴിഞ്ഞ ദിവസവും അമ്മയെ വിളിച്ചു ചോദിച്ചതാ. ശ്രീധരമായിട്ട് 10ന്റെ പൈസ വേണ്ടാന്നും പറഞ്ഞു. താല്പര്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞു എന്നൊക്കെ വിനീതിനോട് മാറ്റി പറയാണ് സുജാത. എന്നിട്ട് പറയാണ്, നിനക്ക് പകരം ഇപ്പോ ഇതാ പുതിയ ചെറുക്കനെ അവർ സ്വീകരിച്ചിരിക്കുന്നു. അവര് നിന്നെ വെറും വേലക്കാരനായിട്ടേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിനീതിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സുജാത. എന്നിട്ട് പറയാണ്, ഒറ്റയ്ക്ക് ഇരുന്നാൽ സമാധാനം കിട്ടുവാണേല് നീ കുറച്ചു നേരം ഇവിടെ ഇരുന്നോ, അത് കഴിഞ്ഞിട്ട് നീ ഭക്ഷണം കഴിച്ചോണം എന്നും പറഞ്ഞ് സുജാത പോവാണ്. വിനീത് അപ്പോഴും ഗംഗയെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുവാണ്. കാവേരി നിളയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യമുന കയറി വരുന്നത്. എന്നിട്ട് പറയാണ്, ജയബാലൻ അങ്കിളുമായി അമ്മ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ ഗംഗയെ പിടിച്ചു നിർത്തി ഉപദേശിക്കുന്നുണ്ട് അമ്മ. അപ്പോ നിള കാവേരിയോട് പറയാണ്, അത് കല്യാണക്കാരൻ തന്നെയാണ് ചേച്ചി, അമ്മ ചേച്ചിയോട് പറയുന്ന കേട്ടതാണ്. നീ ഒന്ന് സമ്മതിച്ച കുടുംബം രക്ഷപ്പെടും എന്നൊക്കെ. കാവേരി പറയാണ്, ആ ജയബാലനെ ബോംബ് വെച്ച് കൊല്ലണം. അയാൾ എന്തിനാ നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നേ? അല്ലെങ്കിലും അമ്മയെ പറഞ്ഞാ മതി. ഇവിടെ ആർക്കും ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടും അയാളുടെ വാക്ക് കേട്ട് നടക്കല്ലേ. അപ്പൊ യമുന പറയാണ്, ആർക്കിഷ്ടമില്ലെങ്കിലും ഈ കല്യാണം നടക്കുമെന്നാ തോന്നുന്നേ. അയാള് ഗംഗയെ കല്യാണം കഴിച്ചാൽ നമ്മുടെ കാര്യം അയാൾ നോക്കും എന്നൊക്കെ പറഞ്ഞ് വലവീശി വെച്ചിരിക്കുകയാണ് അമ്മയെ. അപ്പൊ കാവേരി പറയാണ്, അങ്ങനെ ഒരാളുടെ ആവശ്യമുണ്ടോ ഇവിടെ? എനിക്ക് എന്തായാലും ആവശ്യമില്ല. അപ്പൊ യമുനയും പറയുന്നുണ്ട്, എനിക്കും അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് കാവേരി പറയാണ്, നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിരിക്കുന്നു ഗംഗ ചേച്ചി. ഇനിയെങ്കിലും ഇഷ്ടപ്പെട്ട ആളുടെ ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കുകയാണ് വേണ്ടത്. എന്തായാലും ഈ കല്യാണം നടക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും ഈ കല്യാണം തടയണം എന്നും പറഞ്ഞ് കാവേരി ഈ കല്യാണം മുടക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഇടുവാണ്. ജയബാലൻ രാജേശ്വരിയുടെ അടുത്ത് വന്ന് പറയാണ്, ഞാൻ അവരുടെ കാര്യം പറയാനാണ് വന്നേ. അന്ന് ഞാനായിരുന്നു അവരുടെ രക്ഷകൻ എങ്കിൽ ഇന്ന് നീയാണ്. അപ്പൊ രാജേശ്വരി ചോദിക്കുവാണ്, കാവേരിയുടെ കാര്യമാണോ? അത് തന്നെയാ, ഈ റിസോർട്ടിലെ ജോലിയാ അവളുടെ ഇപ്പോഴത്തെ അഹങ്കാരം. അപ്പൊ രാജേശ്വരി പറയാണ്, ഞാൻ എനിക്ക് ഒരു സഹായത്തിനാണ് നിർത്തിയത്. അത് എനിക്ക് നേട്ടം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ, അല്ലാതെ ആരെയും സഹായിക്കാനല്ല. അപ്പോ ജയബാലൻ പറയാണ്, അപ്പോ നീയും കാവേരി ഹോം സ്റ്റേ തുടങ്ങുന്നതിന് അനുവാദം കൊടുത്തതാണല്ലേ? കാവേരി ഹോം സ്റ്റേ നടത്തുന്നോ?
അപ്പൊ ജയപാലൻ പറയാണ്, ഞാൻ നെവിനോട് പറഞ്ഞിരുന്നല്ലോ. നീ അറിഞ്ഞില്ലേ? അവളുടെ ഹോം സ്റ്റേയുടെ പേര് മഹാനദി. എല്ലാ ദിവസവും ഗസ്റ്റിനെ അവർക്ക് കിട്ടുന്നുണ്ട്. കാവേരി ഇവിടെ വരുന്ന ഗസ്റ്റിനെ അവിടേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ രാജേശ്വരിക്ക് അത് അത്ര വിശ്വാസം വന്നിട്ടില്ല. എന്റെ ഏട്ടനെ എനിക്ക് അറിയാം. കാവേരിയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുവാനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവളെ ഞാൻ പറഞ്ഞു വിടാൻ പോണില്ല എന്നാണ് എന്റെ മറുപടി. എന്നിട്ട് പറയാണ്, അവള് നല്ല ഒരു എംപ്ലോയി ആണ്. അവളെ കൊണ്ട് എനിക്ക് കുറെ നേട്ടങ്ങളാണ് ഉള്ളത്. ചെറിയ സാലറി ആണെങ്കിലും അത് അവൾക്ക് ഒരു സഹായമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ സാലറി ഈ മാസം കൂട്ടാൻ പോവുകയാണ്. എന്നിട്ട് പറയാണ്, ജയപാലിന് വേറെ ഒന്നും പറയാനില്ലല്ലോ. എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. നിന്റെ ജോലിയൊക്കെ നടക്കട്ടെ രാജേശ്വരി. സമയം കിട്ടുമ്പോ കാണാനായിട്ട് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട് എന്നും പറഞ്ഞാണ് ജയപാലൻ പോകുന്നത്. ആ വീഡിയോയില് മഹാനദി ഹോം സ്റ്റേയിലേക്ക് ഫസ്റ്റ് വന്ന ഗസ്റ്റുമായി പാർട്ടി നടത്തുന്ന വീഡിയോ ആണത്. അപ്പൊ രാജേശ്വരി ആ വീഡിയോ കണ്ടിട്ട് ചെറിയ സംശയം തോന്നാണ് കാവേരിയോട്. യമുന വന്നിട്ട് ശാരദയെ മൈൻഡ് ചെയ്യാതെ ഗംഗ ചേച്ചിയെ വിളിച്ച് എന്റെ ബാഗ് കണ്ടോ എന്ന് ചോദിക്കുവാണ്. അപ്പോ ഗംഗ വന്ന് ആ ബാഗ് എടുത്തു കൊടുക്കുവാണ്. അപ്പോ ശാരദ ചോദിക്കുന്നുണ്ട്, ടിഫിൻ എടുത്തോ എന്ന്. അപ്പോ യമുന അത് മൈൻഡ് ചെയ്യാതെ ഗംഗ ചേച്ചിയോട് പറയാണ്, ഇനി ഗംഗ ചേച്ചി എന്റെ ടിഫിൻ എടുത്തു തന്നാ മതി. അപ്പൊ ശാരദ ചോദിക്കുവാണ്, ഞാൻ ഇവിടെ നിൽക്കുന്നേ നീ കണ്ടില്ലേ, എന്താ നീ എന്നെ മൈൻഡ് ഒന്നും ചെയ്യാത്തേ? അപ്പൊ യമുന പറയാണ്, അമ്മയുടെ ഇഷ്ടങ്ങൾ ഈ പാവം ഗംഗ ചേച്ചിയുടെ അടുത്ത് മതി, ഞങ്ങളെ ഒന്ന് വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞു പോവാണ്. ശാരദയ്ക്ക് യമുന അങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര വിഷമായി. എന്നിട്ട് കാവേരിയും യമുനയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ശാരദ വന്ന് മിണ്ടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവര് ശാരദയെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ശാരദ വന്ന് യമുനയുടെ പ്ലേറ്റില് ഫുഡ് വിളമ്പുമ്പോ യമുന പറയാണ്, എന്റെ പ്ലേറ്റില് വേറെ ആരും ഫുഡ് വിളമ്പിയാൽ ഞാൻ കഴിക്കില്ല. അപ്പൊ ശാരദ പറയാണ്, ഞാൻ കാരണം ആരും ഭക്ഷണം മതിയാക്കി പോവണ്ട, ഞാൻ പൊയ്ക്കോളാം എന്നും പറഞ്ഞ് ശാരദ വിഷമിച്ച് പോവാണ്. അപ്പൊ ഗംഗ ചോദിക്കുവാണ്, എന്തിനാണ് ഇതൊക്കെ? അമ്മയ്ക്ക് വിഷമമാവൂലേ? അപ്പൊ കാവേരി പറയാണ്, കുറച്ച് വിഷമിച്ചോട്ടെ. ശാരദ അവര് മൈൻഡ് ചെയ്യാത്തത് ഓർത്ത് വിഷമിച്ചിരിക്കുവാണ്. അപ്പോ യമുനയും കാവേരിയും പോവാൻ നിൽക്കുമ്പോൾ ശാരദ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ശാരദയെ മൈൻഡ് ചെയ്യാതെ അച്ചമ്മയോട് യാത്ര പറഞ്ഞു പോവുകയാണ്. അപ്പൊ ഗംഗ അവരോട് പറയുന്നുണ്ട്, അമ്മയോട് പറഞ്ഞിട്ട് പോയെന്ന്. അപ്പൊ കാവേരി ഗംഗയോട് പറയാണ്, ഞാൻ പോയിട്ട് വരാം, ആ സമയത്ത് കല്യാണം ഒന്നും കഴിച്ചു കളയരുത്. വഴിയെ പോകുന്നവര് ചോദിച്ച ഗംഗയെ ഫ്രീ ആയിട്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്ന ചിലരുണ്ട് ഇവിടെ. ശാരദയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കുത്തി പറയാണ്, ഞങ്ങള് തിരിച്ചു വരുന്നവരെ സേഫ് ആയിട്ട് ഇരുന്നോളാം എന്നും പറഞ്ഞ് കാവേരിയും യമുനയും പോവുകയാണ്. അവര് പോയപ്പോൾ ശാരദ പൊട്ടി കരയാണ്. അപ്പൊ ഗംഗ വന്ന് അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണ് ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.